നിന്റെ പാതയിലുടനീളം എത്ര നേരം കൊണ്ട് നിന്നെ എത്ര കൈയടിച്ചെന്നറിയാ ഇയാളെ നോക്കി. എന്തിനാ കൈയടിക്കുന്നത്? ഞാൻ എന്താ കാക്കയോ? ഇങ്ങനെ ഞാൻ പറയുന്നുണ്ടെന്നും വിചാരിക്കരുത്. ഈ ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളല്ലേ ഇയാള്. ഇയാള് കട അടച്ചിട്ടിട്ട് തേരാപ്പാര തെണ്ടി നടന്ന അതിനൊരു ഉത്തരവാദിത്വം വേണ്ടേ? എനിക്ക് ഇന്ന് വേറെ ഒരു ഇച്ചിരി ഇലക്ട്രിക്കൽ പരിപാടി അങ്ങനെ തിരക്കായിരുന്നു. അതുകൊണ്ടല്ലേ വർഷം പുറക്കാൻ. അതുപോലെ പണി ആരെങ്കിലും വണ്ടി കൊണ്ടുവന്നല്ലേ പണിയാൻ പറ്റത്തുള്ളൂ. വെറുതെ പോയിരുന്നിട്ട് കാര്യമുണ്ടോ? എനിക്കൊരു വണ്ടി പണിയാവുണ്ട്. നിന്റെ കൂലി എത്രയാണ്? സുഹൃത്തെ, കൂലിയല്ല, ഫീസ്, മെക്കാനിക്കൽ ഫീസ്. ഫീസ് എങ്കിൽ ഫീസ്. നീ വീട്ടിലോട്ട് വരുമോ അല്ലെങ്കിൽ ഞാൻ ഒരു പെട്ടിയാട്ടോയിൽ കൊണ്ടുവന്നാൽ മതിയാ? അതുകൊണ്ട് വരാം. പെട്ടിയാട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. പെട്ടിയാട്ടോയിൽ കയറ്റി വരാനാ? എന്ത് ഇയാൾ വന്ന് ഒന്ന് നോക്കി. നിങ്ങൾ വണ്ടിക്കകത്ത് വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടുത്താ, വണ്ടിക്കകത്ത് കയറ്റി ബൈക്കിന് കൊണ്ടുപോകാം. അത് ബൈക്കാണോ ആക്റ്റീവാണോ സ്കൂട്ടർ, എന്ത് സംഭവം? ഫീസ് പറഞ്ഞില്ല. ഫീസോ? ആദ്യമേ വണ്ടി കണ്ട് പണി എന്താണെന്ന് അറിഞ്ഞിട്ടല്ലേ കൂലി ഇടുന്നത്. അതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ അടുക്കളക്കകത്തിരിക്കുന്ന വണ്ടിക്കകത്ത് ഞാൻ ഇവിടുന്ന് ഫീസ് ഇടാൻ പറ്റുമോ? ഫീസ് അറിയാതെ പണി ചെയ്താൽ നമുക്ക് അവസാനം സംസാരിച്ച് വിഷയങ്ങളുണ്ടാവും. ഒരു കാര്യം ചെയ്യും, ഞാൻ മാന്യമായിട്ട് ചെയ്തത്. അങ്ങനെ ഇവിടെ ആരോട് വേണേലും അന്വേഷിച്ചു. ചെറിയ പേയ്മെന്റേ മേടിക്കത്തുള്ളൂ. വണ്ടി കൊണ്ടു. സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൊച്ചു മോന് ഞാൻ ഒരു വണ്ടി വാങ്ങിച്ചു. എവിടുന്ന്? ആറ്റുകോലി പൊങ്കാലി പോയ. ആറ്റുകോലി ഏത് ഷോറൂമിൽ? ഷോറൂം അല്ല, അവിടെ ഉത്സവത്തിന് പോയപ്പോഴത്തേക്ക് അവിടെ സ്റ്റാളിൽ നിന്ന് മേടിച്ച കാറ്. ഇഞ്ചിനൊക്കെ ഉള്ളത് കയറിയിരുന്നു ഇങ്ങനെ ഓട്ടിക്കാൻ. ഇയാളെ കൊച്ചുമോന് തറയക്കട ഉരുട്ടുന്ന കാറ് ഇഞ്ചിനുള്ളോണ്ടാണ് ഇയാളെ കാണിക്കണമെന്ന് വിചാരിച്ചത് ഞാൻ. കൊച്ചാപ്പന്റെ പ്രായമുള്ള ആളായപ്പോ ഇല്ലേ തറയക്കടത്തിയെ ഉരുട്ടിയാണ്ടല്ലോ. വല്ല പണി കൊണ്ടുവരുമ്പോ ഇയാൾ ഇങ്ങനെ സംസാരിക്കും. ഇയാളെ കൊച്ചയ്യത്തോക്കിട്ടിരുന്ന കൊച്ചു വണ്ടിക്കകത്തോട് ഒരു പ്രൊഫഷണൽ മെക്കാനിക്കലെ വിളിച്ച് കളിയാക്കുന്നത്. അതാണ് ഞങ്ങളുടെ അസോസിയേഷൻ പറഞ്ഞാണ്ടല്ലോ. എന്താ പണി എന്ന കാര്യമാണോ പറയാ? കൊച്ചിനെ കളിപ്പാട്ട് പണി ഒരു പ്രൊഫഷണൽ മെക്കാനിക്കാണ്. പണി കൊണ്ട് വന്നവന് ഇപ്പൊ പണി എനിക്ക് ഉണ്ടായിരുന്നു. ഇതൊക്കെ എവിടെയാണെന്ന് ഇനിയിപ്പോ നോക്കിയിട്ട് കയറ്. വല്ല വെളുത്തുള്ളിയോ അല്ലെങ്കിൽ കായം പൊടിച്ചോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കലക്കി തെളിച്ചിട്ട് പോ. വല്ല ഇടജന്തുണ്ടാവും അതിൻ്റെ ഉള്ളില്. ഇതിനകത്തൊന്നുമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറുന്ന തന്നെ. ഇടയ്ക്കിടയ്ക്ക് കയറുമോ നീ? അനടിക്കല്ലേ? പിന്നെ അടിക്കാൻ ഇതിനകത്ത് കയറായിരുന്നാണ്. ഇത്തിരി വലിയൊരു വീട് എടുക്കില്ല. അവിടെ എവിടെയെങ്കിലും അടിച്ചാ പോരെ? നീയേ പിന്നെന്ത്? നോക്കിയെടുക്ക്. നേതാവ് എവിടെ? എങ്ങടേലും പോയോ? വാട്ടർ അതോറിറ്റിയുടെ ഒരു ധർണ ഉണ്ടായിരുന്നു. അത് അവസാനം ലാത്തി ചാർജിലാ കലാശിച്ചേ. അപ്പൊ പിന്നെ അവൻ മുമ്പേ ഓടി ഉണ്ടാവും. പിന്നെ അടി എവിടെ നടക്കണോ അതിന്റെ മുമ്പ് മണത്തെറിഞ്ഞ് ഓടൂലോ അവൻ. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവനെ പോലെ ഒരാള് വേറില്ല. അടിയെന്ന് കേൾക്കുമ്പോ ഓടും. ഇത് ചെറുതായിപ്പോ അല്ലേ? അവര് 3 എടുത്തോ? കൊറേ ഉണ്ടായിരുന്നു. ഇവിടെ അമ്മാവനും മരുമോനും കൂടെ കണ്ടിട്ട് കള്ളൂരിയുടെ അല്ലേ? ഒറ്റ എന്തായാലും ഞാൻ കള്ളുപിടിക്കാൻ മാത്രമേ ഞായറാഴ്ച ഇങ്ങോട്ട് വരാറുള്ളൂ. അല്ല അമ്മാവൻ നിക്കണോണ്ട് ചോദിച്ചത്. നീ എന്താ അങ്ങനെ പറയുന്നത്? അമ്മ അങ്ങനെ വെറുതെ കള്ളുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണോ? എനിക്ക് എന്റെ വീട്ടിലിരുന്ന് അടിച്ചൂടെ? പിന്നെ വീട്ടിലിരുന്ന് അടിച്ചിട്ടുള്ളപ്പോഴൊക്കെ നമ്മൾ അപ്പം അടുത്തറിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ അറിയണ? നിങ്ങൾ എന്റെ വീട്ടിലെ CCTV വെച്ചിട്ടുണ്ടോ? ഇവിടെ അറിയാ? അതറിയില്ലേ? ഞങ്ങൾ എങ്ങനെ അറിയണെന്ന്? എങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അമ്മാവൻ ആരെങ്കിലും എന്തെങ്കിലും പറയും, അവര് തിരിച്ച് നല്ലത് തിരിച്ചു പറയും. അത് കഴിയുമ്പോഴത്തേനും മനോവിഷമം കൊണ്ട് സോൾവ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വരും. അത് ശരി. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്നൊരു പരാതിപ്പെട്ടിട്ട് കണക്കാക്കിയിട്ടില്ലേ? ഞാൻ എവിടെയെങ്കിലും ചെന്ന് വെള്ളടിച്ച് വന്നാൽ പരിഭവം പറയാൻ വരുന്ന സ്ഥലം ഇത്. അങ്ങനെയല്ലേ വരാറ്? അങ്ങനെയാണ് ഞാൻ വരാറില്ല. അങ്ങനെയാണ്. ഇപ്പൊ എനിക്ക് സംഭവം മനസ്സിലായി. ഇനി ഞങ്ങോട്ട് വരാതിരുന്നാ പോരാ. ഇത് കൊണ്ടുപോകാ എന്റെ പട്ടി ഞങ്ങളാണ് കൊണ്ടു ചുട്ടി. അങ്ങനെ അല്ലെന്നേ വഴക്കാണോ മാവാ? അന്നാ ഞാൻ പറഞ്ഞതേ ശരിക്കും പറഞ്ഞതാ. പറയും. എന്തിനാണ് പട്ടിക? അമ്മാവനെ വെച്ച പട്ടിയിലാണെന്ന് പറഞ്ഞു. നീ അതെടുത്തൊക്കെ. ഓ എന്റെ പൊന്നെ, എന്റെ ക്ലീറ്റോയാണ് ഇപ്പൊ 4 പട്ടിക എടുത്തെങ്കിൽ നീ ഇവിടെ ഭൂമി തിരിച്ചു വെച്ചേനല്ലോ. ഇത് ആവശ്യത്തിന്, അത് അനാവശ്യത്തിന്. പിന്നെ ഫ്ലെക്സ് പിന്നെ എവിടെ കൊണ്ടുവന്ന് വെക്കും പട്ടിക ഇല്ലാതെ? ഫ്ലെക്സ് വെച്ചിട്ട് എന്ത് കാര്യം ഓടിയാവേ? മണ്ട നോക്കി
എന്തോ എന്തോ ലില്ലി ലില്ലി എന്താമേ മൊത്തം ചില്ലായല്ലോ എന്റെ ദൈവമേ അങ്ങോട്ട് തള്ളാതെ ഇങ്ങോട്ട് മാറിയല്ലേ എന്താ ഇവിടെ എന്താണെന്ന് നോക്ക എന്താണെന്ന് അയ്യോ ഇത് ആര് പൊട്ടിച്ച് നിന്റെ മക്കൾ എറി കൂടി കളിച്ചത് എടി നിന്നോട് ഞാൻ പറഞ്ഞല്ലേടി വീടിന് പുറത്ത് നിന്ന് കളിക്കണോന്ന് അകത്തേറി കളിക്കാൻ നിന്നോടില്ല ഞാൻ ഇനിയിപ്പൊ പിള്ളേർ കളിച്ചിട്ട് എന്താ കാര്യം പിള്ളേര് കുരുത്തക്കേട് കാണിക്കുന്ന തള്ളമാര് ശ്രദ്ധിക്കണം അതാ വേണ്ടിയത് എനിക്ക് അടുക്കളയിൽ പണിയില്ലേ എനിക്ക് 24 മണിക്കൂർ ഇവരുടെ പുറകെ നടക്കാൻ പറ്റുമോ എടി വളർത്തു ദോഷം അല്ലാതെ എന്തോ പറയാനാ ഇന്ന് അരിഷ്ടം ഈ കണക്കിന് നാളെ മനുഷ്യന്റെ തല എറിഞ്ഞു പൊട്ടിക്കുക പിള്ളേര് അമ്മ എന്ത് വർത്താനം അമ്മ പറയണത് ഇവർ അറിഞ്ഞോണ്ട് ചെയ്തതാണോ അറിഞ്ഞോണ്ട് അവരെങ്ങനെ ചെയ്യുവാ വളർത്തു ദോഷം എന്നൊക്കെ എന്തിനാ പറയണത് ഞാൻ ഇവരെ നല്ല രീതിക്ക് തന്നെയാ വളർത്തണത് അല്ല അല്ലെങ്കിൽ തന്നെ നിനക്കിപ്പോ എവിടെന്നാ സമയം നിനക്ക് നാട് മുഴുവനും തുള്ളാൻ നടക്കണ്ടേ എടീ കൊച്ചുങ്ങളാണ് വളർന്നു വരുന്നത് പെൺപിള്ളേര് അവര് അമ്മമാര് വീട്ടിലിരുന്ന് നല്ലതുപോലെ വളർത്തണം അതാണ് വേണ്ടുന്നത് അത് ഓർമ്മ വേണം തൃപ്തിയായില്ല കേൾപ്പിച്ചപ്പോ അമ്മ ഒന്ന് ഇങ്ങോട്ട് നോക്കിക്കേ ഞാൻ തുള്ളാൻ പോയാലും കളരിക്ക് പോയാലും ഞാൻ പിള്ളേരെ അന്തസ്സായിട്ട് തന്നെ നോക്കണുണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ ഭംഗിയായിട്ട് നോക്കണുണ്ട് അമ്മയുടെ അരിഷ്ടം പൊട്ടിപ്പോയെങ്കിലേ ഞാൻ വേറെ വാങ്ങിച്ചു തന്നോളാം ഇന്ന് രാത്രി ഞാൻ എവിടെ നിർത്തിട്ട് കഴിക്കണം എന്തോ അത് ഞാൻ എവിടെന്നെങ്കിലും പോയി വാങ്ങിക്കാൻ അമ്മ ഇത്ര വലിയ വർത്താനം ഒന്നും പറയേണ്ട കാര്യമില്ല ഇത് എന്റെ വീടാണ് എന്റെ വീട്ടിൽ എന്ത് പറയണം എന്ത് പറയണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അറിയാമോ എന്താ എന്റെ അമ്മാവാ ഈ പിള്ളേർ രണ്ടുപേരും കൂടെ കളിച്ചിട്ട് അമ്മയുടെ അരിഷ്ട കുപ്പി പൊട്ടിച്ചു അതിന് അമ്മ പറയാണ് എന്റെ വളർത്തു ദോഷം കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്തതെന്ന് ഇത്ര ഒരു നിസാര സംഭവത്തിലാണ് അമ്മ ഇത്രയും വിളിച്ചു കൂപ്പിയത് ഞാൻ നാട് നീളെ തുള്ളാൻ നടക്കുന്നോണ്ട് പിള്ളേരുടെ കാര്യമൊന്നും നോക്കുന്നില്ല എന്ന് ഒരു ശത്രുക്കളെ പോലെയാണ് അമ്മ എന്നോട് പെരുമാറുന്നത് എന്താ ചേച്ചി വെറുതെ ഇങ്ങനെ ദേഷ്യപ്പെടേണ്ട വല്ല ആവശ്യമുണ്ടോ അരിഷ്ടമാണെങ്കിൽ ഞാൻ മേടിച്ചോട് നേരം ഈ ഞായറാഴ്ച ഏത് കട തുറന്നു വെച്ചിരിക്കുന്ന അരിഷ്ടം വാങ്ങിച്ചോണ്ട് വരെ ഇന്ന് രാത്രി എനിക്ക് കഴിക്കണം എന്ന് എനിക്കറിയാമോ നിന്നെ കൊണ്ടോ കൊഞ്ച് ഒരു കാര്യം ചെയ്യും ഒരു തരം വിഷം വാങ്ങിച്ചോട്ടതാ എനിക്ക് ഇനി ഇതൊന്നും കാണുകയും കേൾക്കുകയും വേണ്ടല്ലോ നിനക്കൊക്കെ തൃപ്തിയായില്ല സന്തോഷായില്ല എന്നെ അമ്മ വിട്ടെ വിട്ടെ ഇത് എന്റെ പിള്ളേരല്ലേ അമ്മാൻ ഇവരുടെ കാര്യത്തിൽ ഇടപെടണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് വായി വിടാം മറ്റവളെന്താ അവളെ കൂടെ വിളിച്ചോട് വായിങ്ങോട്ട് അതെന്താ ചേച്ചി അവൾ അങ്ങനെ പറഞ്ഞു അറിഞ്ഞൂടാ ഞാൻ ഇന്ന് വരെ എന്റെ കുട്ടി അവളുടെ കുട്ടിന്ന് വല്ല വേർതിരിവും കാണിച്ചിട്ടുണ്ടാ ഒന്ന് നിർത്ത് എരുതിയിൽ എണ്ണ ഒഴിക്കാതെ എന്ത് നിർത്തുന്ന് അല്ലെങ്കിൽ അങ്ങനെയാടി നേരത്തെ തങ്കം പറയുന്നത് കേട്ടു ഞാൻ എവിടെയെങ്കിലും ചെന്ന് വെള്ളമടിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോ പരാതി പറയാൻ മാത്രം വരുന്ന പരാതി പറ്റിയാണ് ഇപ്പൊ ഇവള് ഇങ്ങനെ പറഞ്ഞു അപ്പൊ ഈ കുടുംബത്തിലുള്ളവർക്ക് മുഴുവൻ ഞാനൊരു 7ാം കൂലി അല്ലേ എന്താ വേണ്ടെന്ന് ഞാൻ കാണിച്ചു ഇനി ഇതൊന്നും നോക്കിക്കൊണ്ടിരിക്കുന്ന നീ തണ്ടേ ഈ കുപ്പിയോടൊക്കെ ഒന്ന് പറയാൻ അങ്ങോട്ടോട്ട് കളാ എവിടെയെങ്കിലും വയസ്സായൊരു ദേഷ്യം വരുമ്പോ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാൻ നമ്മളത് വലിയ കാര്യമാക്കായിരുന്ന പോരെ ദേഷ്യം വരുമ്പോ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയൂ കേട്ടാ വളർത്തു ദോഷം എന്നൊക്കെ അങ്ങനെ പറയുമ്പോ ഞാൻ ഇവരെ തീർത്തും ശ്രദ്ധിക്കുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം എന്നിട്ട് പറയുകയാണ് നാട് നീളെ തുള്ളാൻ നടക്കുവാണെന്ന് ഞാൻ തുള്ളാൻ നടന്നിട്ട് ആ പൈസ കൊണ്ടുവന്ന് ഇവിടുത്തെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ലേ അതൊക്കെ അമ്മയ്ക്ക് അറിയാം അമ്മ പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ കാട് കയറി ചിന്തിക്കുന്നത് നീ അത് അന്നേരം അങ്ങ് പറഞ്ഞു അതങ്ങ് വിട്ടേക്കുക നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും അത് ആലോചിച്ചോണ്ടിരിക്കരുത് നീ എന്റെ ജോലിയൊക്കെ പോ ചുമ്മാ ആവശ്യമില്ല ഇതിനെ പറ്റി ചിന്തിക്കാതിരിക്കും കനക നിനക്ക് ഞാനാരാ ലില്ലിക്ക് ഞാനാരാ ഈ കുട്ടികൾക്ക് ഞാനാരാ ഈ വീട്ടിലെ ഞാനാരാ ഇതിനെല്ലാത്തും കൂടെ ഒറ്റ ഉത്തരവുള്ളൂ ഞങ്ങളുടെ അമ്മാവൻ ലില്ലി ഈ കുട്ടികളെ തലേന്ന് കണ്ടപ്പോ തല്ലരുതെന്ന് പറഞ്ഞു ഞാൻ ഇടപെട്ടു അപ്പൊ ലില്ലി എന്താ പറഞ്ഞെന്നറിയാം ഞാൻ എൻ്റെ കുട്ടികളെ തല്ലും അതിൽ നിങ്ങളാരും ഇടപെടണ്ടാകും അതിൻ്റെ അർത്ഥം എന്താ ഞാൻ ആ കുട്ടികളുടെ ആരുമല്ല ദേ അടുത്തത് എന്റെ അമ്മാവ ഞാൻ അന്നേരത്തെ ദേഷ്യത്തിൽ വെറുതെ പറഞ്ഞതാണ് എന്ത് വെറുതെ പറഞ്ഞാണ് നിങ്ങൾക്ക് അങ്ങനെ പറയാം വിഷമത്തിൽ വെറുതെ പറഞ്ഞാണ് പക്ഷെ ആ സമയത്ത് ബാക്കിയുള്ളവരുടെ മനസ്സിന്റെ വിഷമം എന്താന്ന് നിങ്ങളാരും മനസ്സിലാക്കണില്ല അതന്നെ അതാ പ്രശ്നം എന്റെ പൊന്നു ഇനി എല്ലാരും കൂടെ എന്റെ മെക്കിട്ട് കയറില്ല എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക് കർത്താവേ ഞാനിന്ന് ആരെയാണാവോ കണി കണ്ടത് അവിടുന്ന് മനസ്സ് വെച്ചിട്ടൊന്നും പറഞ്ഞല്ല അമ്മാവ കുട്ടികളെന്തോ ചെയ്തപ്പോഴത്തേക്ക് അമ്മ എന്തോ വഴക്കം കൊണ്ട് പറഞ്ഞു അപ്പൊ അതിന്റെ ഒരു ദേഷ്യത്തിൽ അവള് പെട്ടെന്ന് ആരും കുറ്റം പറയണമെന്നില്ല എന്റെ തെറ്റ്
പെങ്ങളല്ലേ കുട്ടികളല്ലേ എന്ന് കരുതി ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ടല്ലോ ഇങ്ങനെ. ഇനി വരാതിരുന്നാ മതി. അങ്ങനെയാണോ അതിന്? ആ ഗിരിജേ, ഞാൻ മറ്റേ കർഷക കൂട്ടായ്മയുടെ ഒരു പരിപാടിക്ക് വേണം. അത് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരും. വരുമ്പോഴേക്കും വേഷം അറിയുന്നോ നമുക്ക് വീട്ടിൽ പോവാം. എവിടെ? ഞാൻ എന്തായാലും ഒന്നും വരുന്നില്ല. നിന്റെ ആരെയും ഇവിടെ ഉള്ളത്? നിന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? എനിക്കിവിടെ ആരുമില്ല. പിന്നെ നിനക്ക് ഞാൻ വരുമ്പോഴേക്കും റെഡി ആയി നിന്നോളണം. ആ മീറ്റിങ്ങിനൊക്കെ പോയിട്ട് വരുമ്പോൾ ദേഷ്യമൊക്കെ അങ്ങ് മാറും. എന്നിട്ട് എവിടെ ഗിരിരാജ കുണ്ടക്കർമാമൻ? എവിടെയോ കർഷക സംഘത്തിന്റെ മീറ്റിങ്ങിന് പോയേക്കുവാ. വരുമ്പോ ഒരുങ്ങി നിക്കണോന്നാ ഓർഡർ. നിങ്ങൾ കുടുംബക്കാരെ പറഞ്ഞെന്ന് തോന്നരുത്. ഇച്ചിരി എടുത്തുകാട്ടെ എല്ലാവർക്കും ഉണ്ട്. ആരോട് എവിടെ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയത്തില്ല. അതിന്റെ കുഴപ്പം എന്നെ എന്തിനാ നോക്കുന്നത്? ഞാൻ ഉള്ള കാര്യമില്ലേ പറഞ്ഞത്? ഞാൻ നോക്കിയല്ലേ ഉള്ളൂ. ഞാൻ വല്ലതും പറഞ്ഞോ? 100 ചോദ്യങ്ങൾക്ക് തുല്യമാണ് സുഹൃത്തെ താങ്കളുടെ നോട്ടം. എൻ്റെ പൊന്നെ, ഇനി നിങ്ങൾ തുടങ്ങിയിടി. എനിക്കൊരു കാര്യം ഉറപ്പാണ്, അമ്മയ്ക്ക് സത്യം പറഞ്ഞ ഇഷ്ടമല്ല. അമ്മ അന്നേരത്തെ വെറുതെ പറഞ്ഞൊന്നുമല്ല. അമ്മയുടെ ഉള്ളിലുണ്ട് ഞാൻ ഡാൻസ് ക്ലാസ് എടുക്കാൻ പോകുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല. അത് അമ്മ കൂടെ കൂടെ പറയാറുമുണ്ട്. എൻ്റെ ലില്ലി ശരിയായിരിക്കും എന്നും കരുതി നീ ഇനിയിപ്പോൾ ഇത് ഊതി പെരിപ്പിച്ച് വലിയ ആനക്കാരിയാക്കണ്ട. അമ്മേനെ അമ്മാവനെയൊക്കെ വല്ലതും പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഹിമാലയത്തിൽ കയറുന്ന പരിപാടിയാണ്. തങ്കം പറഞ്ഞത് ശരിയാ. ചില ദിവസങ്ങളിൽ വീട്ടിൽ കാണിക്കുന്ന പരിപാടികളൊന്ന് കാണണം. ഞാൻ പിന്നെ വഴക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ടാ ഈ അമ്പലത്തിലൊക്കെ പോകുന്നത്. അല്ലാതെ നേർച്ചപ്രാന്ത് കൂടിയിട്ടല്ല. അതിനും അമ്മാവൻ്റെ വെടലി അമ്പോ. കൊച്ചേ, എന്നിട്ട് അവനെന്തേടി? പുറത്തോട്ട് പോയി. ഞാനും പുറത്തോട്ട് എന്തെങ്കിലും സാധന സാമഗ്രികൾ വാങ്ങാനുണ്ടോ? ഒന്നും വാങ്ങാനില്ല. പക്ഷെ നിനക്കൊരു സഹായം ചെയ്യാൻ പറ്റുമോ? എന്ത്? ഒന്നും ചെയ്യാതെ അകത്ത് പോയിരിക്കാൻ പറ്റുമോ? അതാണ് നീ പുറത്തിറങ്ങണേക്കാളും നല്ലത്. സമയത്ത് ഒന്ന് ആഹാരം ഇവിടെ തരണേ. ഓ സന്തോഷം. സാരില്ലടി അമ്മ ഇപ്പൊ ഞാൻ ചെയ്താലും ഇത് തന്നെയല്ലേ പറയുള്ളൂ. നായല്ല സാരമില്ലെന്നാ വെക്കുന്നത്. അയ്യോ അമ്മയുടെ റൂമിലുണ്ട് കിടക്കുന്നു. അമ്മായി എന്ന് വിളിച്ചപ്പോഴത്തേക്ക് കഞ്ഞി കുടിച്ചു. എന്ത് കിട്ടിയാ? ഇന്നത് എവിടെ നിന്ന് കിട്ടി? ടൗണിലെ ഈ വൈദ്യശാലയുടെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അവിടെ ഞായറാഴ്ച ഉണ്ട്. ആണോ? ഓ ഭാഗ്യം എന്റെ പൊന്നെ. മക്കളെ ഇതുകൊണ്ട് കൊടുക്കും. ഇതുകൊണ്ട് അമ്മമ്മരെ കൊടുത്തിട്ട് ഒരു സോറി പറയണേ. രണ്ടുപേരും പറയണം കേട്ടാ. സോറി, അറിയാതെ ചെയ്തു പോയതാന്ന് പറയണം. ചെല്ലിപ്പോ. അമ്മാവൻ വന്നിട്ടില്ല. പക്ഷെ അമ്മായി പറയണ എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും ഇന്ന് ഇവിടുന്ന് പോകത്തില്ലെന്ന്. ഒരു ഭൂകമ്പം കൂടി പ്രതീക്ഷിക്കാം. അതിനു മുമ്പ് സുരക്ഷാ ക്യാമ്പിലോട്ട് നമ്മൾ മാറുന്നതായിരിക്കും ബുദ്ധി. എന്തോന്ന് പിള്ളേരെ ഒന്ന് ഉറങ്ങാനും സമ്മതിക്കാതെ? എന്താ വേണം? എന്താന്ന് എഴുന്നേക്കം? ഉറങ്ങാനും സമ്മതിക്കാതെ അരിഷ്ടവും തട്ടിപ്പൊട്ടിച്ചിട്ട് പിന്നെ വന്ന് ശല്യം ചെയ്യാനായിട്ട്. ഒരു സാധനം തരട്ടെ? ഒരു സാധനം തരട്ടെ? എന്താന്ന്? കൈ എവിടുന്ന്? കാർഷിക സംഘത്തിന് പോയ ആളെ കാണുന്നില്ലല്ലോ. മിക്കവാറും എന്നോട് നല്ല ദേഷ്യായിരിക്കും. ചേച്ചിയോട് എന്തിനാ ദേഷ്യം? ഞാൻ പറഞ്ഞില്ലേടി മറ്റേ ചായ്പിൽ വെച്ച് വഴക്കുണ്ടായത്. ഒരു കാര്യമില്ല അമ്മാവി, ഇതെന്തിനിങ്ങനെ കാണിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തമാശ പറഞ്ഞ മനുഷ്യൻ തമാശ ഏറ്റെടുക്കണം. അമ്മാവനോട് എന്തോ കാര്യം പറഞ്ഞപ്പോഴാണ് കള്ളു കുടിക്കണ കാര്യം എന്താ പറഞ്ഞത്. ഞാൻ വെറുതെ പറഞ്ഞ കള്ളു കുടിക്കണ കാര്യം പറഞ്ഞപ്പോഴത്തേനും അമ്മാവന് ഇത് തന്നെ കള്ളു കുടിച്ചാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഞങ്ങൾ അറിയാം. അങ്ങനെയായിട്ട് നീ നിങ്ങൾ അറിയുന്നത് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതേപോലെ അമ്മാവൻ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും വഴക്കുണ്ടാക്കും, അവരമ്മാവനെ ചീത്ത വിളിക്കും, അമ്മാവൻ സഹായത്തിന് വേണ്ടി ഇവിടെ വരൂ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ദേ കിടക്കണ ചട്ടിയും കലോ. അയ്യേ എന്താ ചെയ്യുന്നത്? ഞാൻ സഹായത്തിനാണ് ഓടി വരുന്നത്. ഞാൻ സഹായം അപ്പൊ ഞാൻ പറഞ്ഞു ആ സഹായത്തിനല്ലേ അമ്മാവൻ വരാറെന്ന് പറഞ്ഞു. അത് അമ്മാവൻ ചൂടാനും ഒരു കുഴപ്പമില്ല. ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞത്? അമ്മാവൻ സഹായത്തിനാണ് എപ്പോഴും ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ എന്തോരം സഹായത്തിന് അമ്മാവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താറുണ്ട് അല്ലേ? അതിന് ചേച്ചിയോട് ദേഷ്യപ്പെട്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നീയേ അമ്മ എന്ത് പറഞ്ഞിട്ടാ നിന്നോട് പറഞ്ഞത്? എന്ത്? വളർത്തു ദോഷം എന്ന് പറഞ്ഞില്ലേ, അതാ നിനക്ക്. എന്ത്?
ആ. എന്താ അതെന്തിനാ അങ്ങനെ പറഞ്ഞു? ആ അതാണ് വളർത്തു ദോഷം. നിന്നെ വളർത്തിയത് ശരിയല്ല. അല്ലെങ്കിൽ എന്നെ വളർത്തിയത് നന്നായിട്ട് തന്നെ എന്നെ ഞാനിപ്പോ പറഞ്ഞു തമാശ പറഞ്ഞതാണെന്ന് പറഞ്ഞില്ലേ? ഞാൻ തമാശയായിട്ട് പറഞ്ഞാണെന്ന് നിനക്ക് മനസ്സിലാവില്ല, കനകന് മനസ്സിലായിട്ടുണ്ട്. ഞങ്ങൾ പക്ഷെ അത് ചേച്ചി അങ്ങനെ തമാശയായിട്ട് എനിക്ക് ഈ കാര്യത്തിൽ ഞാൻ അമ്മാവിന്റെ കൂടെ നിൽക്കും. ആ നിന്നോ, എനിക്കെന്താ? ആ പിന്നെ ഇതും പറഞ്ഞിട്ട് എന്തിനാ നിങ്ങൾ തമ്മില് ഞാൻ എന്നോട് ദേഷ്യം ഉണ്ടാവുന്നേ പറഞ്ഞുള്ളൂ. ഇത് ഈ ദേഷ്യം അവിടെ ചെന്ന് ആരോടെങ്കിലും കാണിക്കും? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ ഏട്ടനെ വിളി വന്നേനെ. എന്തിന്? ഏട്ടനെ വിളിച്ചല്ലോ അമ്മാവൻ അവിടെ പോയി ബഹളം ഉണ്ടാക്കിയെങ്കിൽ ആരെങ്കിലും അവിടെ നിന്ന് അപ്പൊ സഹായത്തിനല്ലേ അമ്മ വന്നത്? എന്റെ ചേച്ചി എന്തോ ഒരു ആവശ്യത്തിന് അമ്മാവനെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അതൊന്നും മറക്കരുത് ചേച്ചി. ഒന്നും മറക്കാത്ത പുണ്യമതി. ഈ ഇച്ചിരി മുമ്പല്ലേടി അമ്മാവൻ പിള്ളേരെ തല്ലല്ലേന്ന് പറഞ്ഞ് നടുക്കേറുന്നതിന് നീ അമ്മാവൻ എന്തൊക്കെ പറഞ്ഞ്? അതെന്തിനത്? നിനക്ക് ഇത്ര ഭയങ്കര സ്നേഹമാണെങ്കിൽ അമ്മാവനോട് അങ്ങനെ പറയാം. അമ്മായി, ഞാൻ ആരോടുള്ള ദേഷ്യം കൊണ്ടാ പറഞ്ഞത്? അന്നേരം അമ്മ എന്തോരം വിവരക്കേട് എന്നെ വിളിച്ച് എന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞ ശത്രുക്കളെ പോലെ എന്നോട് പെരുമാറി. അമ്മേനോട് ചോദിക്കണം, അല്ലാതെ ഈ വൈകുന്നേരം കൂടെ കയറി വന്ന അമ്മാവനോടല്ല പറയുന്നത്. ഞാൻ അമ്മയോടുള്ള ദേഷ്യത്തിന് അപ്പോഴത്തെ ഒരു ഇതിന് സങ്കടത്തിൽ ഞാൻ പറഞ്ഞു പോയതാണ്. അമ്മാവൻ നമുക്ക് വേണ്ടി നിന്ന കാര്യങ്ങൾ നീയും മറക്കരുത്. ഓ പിന്നെ ഇനി അത് ചേച്ചി പറയാൻ നിക്കല്ലേ കേട്ടോ. അന്നേരം ഞാനായതുകൊണ്ട് അത്രേ പറഞ്ഞോളൂ. ചേച്ചി ആയിരുന്നെങ്കിൽ അവിടെ കോളടക്കം ഉണ്ടാക്കിയാണ്. മതി ഇപ്പൊ അങ്ങേര് തന്നെ ഇതെല്ലാം മറന്നു കാണും. ഇപ്പൊ നോക്കിക്കോണെ, ഇപ്പൊ ഒരു പലഹാരം മേടിച്ചിരുന്ന മക്കളെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വരും. വെറുതെ നിങ്ങളത് പറഞ്ഞ് വഴക്കുണ്ടാക്കി എനിക്ക് വയ്യ. എന്റെ തലവെട്ടം കണ്ടി ഇനി അടുത്ത ഭ്രാന്തള കണ്ട ഞാനാണല്ലോ കുഴപ്പം. രണ്ട് മിനിറ്റ് കേട്ടോ, രണ്ട് മിനിറ്റ്. ഞാൻ കണ്ടു, എന്നെ കണ്ടപ്പോൾ അവള് പോയത് ഞാൻ കണ്ടു. ആ കുട്ടിയോളം ഉറങ്ങിയോന്ന് ഞാൻ ചോദിക്കണില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയോളം ഉറങ്ങിയോന്ന് ചോദിക്കാൻ താനാരാന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടില്ലേ? കൂടെ പിറന്ന ഒരെണ്ണകത്തുണ്ട്, അതിനോട് യാത്ര പറയുക, ഇറങ്ങുക. നോക്കിയേക്കാ പെട്ടിക്കെടുത്തു വണ്ടിയെ കയറി. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ. ഞാനേ എൻ്റെ ചേച്ചീനെ ആലോചിച്ചിട്ട് മാത്രം മതി. നീ ഇതെവിടെ പോയിരുന്നു ഇത്ര നേരം? ഈ വീട്ടില് വേറെ ആരെയും കാണണ്ട, എൻ്റെ ചേച്ചീനെ മാത്രം കണ്ടാ മതി. അതല്ലേ ഞാൻ ഓടി പടി വരുന്നേ. ഇപ്പൊ എവിടെ പോയിട്ട് വന്ന്? ഞാനേ ചേച്ചിക്ക് അരിഷ്ടം മേടിക്കാൻ വേണ്ടിയിട്ട് കടയിൽ കൂടെ ഒക്കെ നടന്ന് ഒരു കടയിൽ നിന്ന് കിട്ടില്ല, നേരെ ഒരുപാടായി പോ. ഓ ആ വിഷമം കൊണ്ടായിരിക്കും മറ്റേ അരിഷ്ടം വലിച്ച് കയറ്റി വെച്ചിരിക്കുന്നത്. എന്തോ ഒരു നാറ്റം. ആ ഇപ്പൊ പൂർണ്ണമായി. എന്താണ്? തങ്കത്തിന് ഞാൻ ആരുമല്ല, ലില്ലിക്കും ഞാൻ ആരുമല്ല. ഇപ്പൊ ചേച്ചിക്കും എൻ്റെ നാറ്റം പറ്റുന്നില്ല, അപ്പൊ ഞാൻ ആരുമല്ല. എന്റെ പൊന്നടാ, കനകം മാറ്റിക്കൊണ്ട് വന്ന അരിഷ്ടം നീ വല്ലതും കഴിച്ചിട്ട് പോയി കിടക്കാൻ നോക്ക്. എന്തിന് ഞാൻ ഇവിടെ നിൽക്കണ്? എനിക്കിവിടെ ആരുണ്ട്? അതെ, ഗിരിരാജന് സ്വന്തം വീടുണ്ട്. ഗിരിരാജൻ അങ്ങോട്ട് പോവാ, ഓട്ടോറിക്ഷ അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗിരിജ വിളിക്കാൻ വന്നാ പോകുന്നേ. ഞാൻ പോവാ. ആ എന്നാ പിന്നെ അങ്ങോട്ട് വരെ ചെല്ല്. പറഞ്ഞാലും കേക്കത്തില്ല, പിന്നെ എന്തോ ചെയ്യും? അതേ പറയൂന്ന് എനിക്കറിയാം. കാരണം ഞാൻ നിങ്ങൾക്കൊക്കെ ശല്യാണ്. ഞാൻ ഇവിടുന്ന് പോണം അല്ലേ? ഞാൻ പോവന്നെ. ഗിരിജ എന്തിനാ അവന്? നീ വാങ്ങിച്ചുകൊണ്ടുവന്ന അരിഷ്ടം തട്ടിയിട്ട് പൊട്ടിച്ച്. അല്ല മോനെ കനക, അതെ വേണമെന്ന് വെച്ചിട്ടല്ല. ഇത് ഞാൻ ഗിരിജനെ വിളിച്ച് നീച്ചപ്പോൾ ഈ അരിഷ്ടം വന്ന് കസാരയിൽ കസാര ചെന്ന് അരിഷ്ടത്തിൽ തട്ടരൻ്റെ മുമ്പ് ഇങ്ങനെ കൈ തട്ടിയിട്ട് വീണ് പൊട്ടി. അല്ല അത് കുഴപ്പമില്ല, ഓട്ടോറിക്ഷ പുറത്തൊക്കെ ഉണ്ട്. നമുക്ക് ഉണ്ടാക്കി പോയി അരിഷ്ടം മേടിച്ചിട്ട് വരാം. ഞായറാഴ്ച ഈ പാതിരാത്രിക്ക് ഏത് വൈദ്യ ഷോപ്പ് തുറന്നു നോക്കിയാ? കനക എന്നാലും ഇതും വളർത്തു ദോഷമാണോ അമ്മേ? അഹങ്കാരം. എവിടെ പോയി പേവെള്ളം കുടിച്ചോണ്ട് വന്നിട്ട് മുതുകൂത്താട്ടം കാണിക്കുന്നത്? മര്യാദയ്ക്ക് എനിക്ക് അരിഷ്ടം വാങ്ങിച്ചോണ്ട് തന്നേക്കണം. ആ Aliens.